നമസ്കാരം സുഹൃത്തുക്കളെ. ധോണിയുടെ ഉൾക്കാട്ടിലേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ, വളരെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനിലുണ്ട്. നമ്മുടെ ഗൈഡായിട്ട് മുമ്പിൽ പോകുന്ന ആൾ രാജേഷ്. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ രാവിലെ 10:30 ഞങ്ങൾ ഈ പറഞ്ഞ ധോണി ട്രക്കിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെ വഴിയെ പോകുന്നുണ്ട്, പല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ വലിയ പ്രതീക്ഷകളായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് എന്തെങ്കിലും കാണാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷയുണ്ട്. നിലവിൽ ഇതുവരെ ഒന്നും കണ്ടതൊന്നുമില്ല. കുറച്ച് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടി പോയി നോക്കാം, എന്തെങ്കിലും കാണുമായിരിക്കും. കാണാതിരിക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാണണമല്ലോ. കാടിൻ്റെ ഇത് നമ്മുടെ ഗൈഡാണ് രാജേഷാണ്. പുള്ളി നമ്മുടെ ഒരു നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ കുറേ ദൂരം പൂമ്പാറ്റുണ്ടോ, ഇവരാണ് നമ്മളെ വെൽക്കം ചെയ്തിരുന്നത്, സ്വാഗതം ചെയ്ത് കാണുന്നത്. അതൊരു പൂമ്പാറ്റ, ഒരു പൂപ്പ വിരിഞ്ഞതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനൊന്നും അറിയില്ല. എന്നിരുന്നാലും വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അടുത്തന്നെ ആനപ്പിണ്ടും കാണുന്നുണ്ട്. അത് ഭീതി ഉണ്ടാക്കുന്നൊരു കാര്യമാണെങ്കിൽ കൂടി അത് ആ ഒരു കാഴ്ച വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതും കണ്ട് ഇങ്ങനെ നമുക്ക് പോകാം. അതിൻ്റെ നല്ലൊരു പിക്ക് എടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പുള്ളി അതിനെ ഡിസ്റ്റർബ് ചെയ്തു. അത് വളരെ എന്താ പറയുക, നമുക്ക് കിട്ടിയില്ല. നല്ലൊരു പിക്ക് എടുക്കാൻ ആഗ്രഹിച്ചു, ക്യാമറ ഓൺ ചെയ്യുമ്പോഴേക്കും കൂടെയുള്ള ആൾക്കാർ അതിനെ ഡിസ്റ്റർബ് ചെയ്തു. സോ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഏറെക്കുറെ കാടിൻ്റെ മധ്യഭാഗം എന്ന് പറയാനൊന്നും ആയിട്ടില്ല, കാൽഭാഗം പോലും പിന്നിട്ടിട്ടില്ല. ഒരു 4 കിലോമീറ്ററോളം നമുക്ക് നടക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് എത്താൻ 4 കിലോമീറ്റർ നടന്ന് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. സോ കഴിഞ്ഞൊരു 25 വർഷം മുൻപൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സൈക്ലിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് വരാൻ വാട്ടർഫാൾസിലേക്കുള്ള വഴിയാണ് കേട്ടോ കാണുന്നത്. വാട്ടർഫാൾസിലേക്ക് നിയർ ബൈ ഒന്നുമല്ല, ഇനി ഇവിടെ നിന്നും ഏറെക്കുറെ ഒരു 3 കിലോമീറ്റർ മുകളിൽ നടക്കാനുണ്ട്. ഇതാണ് നമ്മുടെ അനിൽ സുഹൃത്ത്. ഗൈഡ് മുമ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാടിൻ്റെ കുറച്ച് ദൂരം പോയി നോക്കാം അല്ലേ. പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും അങ്ങനെ എടുത്തു പറയത്തക്ക കാഴ്ചകളൊന്നും കണ്ടതില്ല. കാട് തന്നെയാണ്. കാടിൻ്റെ സൗന്ദര്യം, ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുക, അതിൻ്റെ ഒരു ഈ സൗന്ദര്യം, അതിലുപരി ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അനുഭവിച്ചറിയേണ്ടതൊരു കാഴ്ചയാണ്. ഓക്കെ, കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി നോക്കാം. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 കിലോമീറ്ററാണ്. 4 കിലോമീറ്ററാണ് നമുക്ക് ഈ നിരപ്പിൽ നിന്ന് അങ്ങോട്ട് ധോണി വാട്ടർഫാൾസിലേക്കുള്ള ദൂരം. 4 കിലോമീറ്ററാണ്. ഇവിടെ 2 ഈ പറഞ്ഞ എന്തായാലും പറയാ, തേനീച്ചയുടെ കടന്നലിൻ്റെ പാട തേനെടുക്കുന്ന സംഭവമാണ് കാണുന്നത്. ആ ബാക്കിൽ വരുന്ന പയ്യനാണ്, തൃശ്ശൂരുള്ള ആളാണ്. ആ പുള്ളിയാണ് നേരത്തെ പൂമ്പാറ്റിനെ ഓടിച്ചു വിട്ടത്. അദ്ദേഹത്തോട് അതിൻ്റെതായിട്ടുള്ള ഒരു അമർഷം എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടില്ല. പോട്ടെ, സാരല്ല, അത് വഴിയെ പുള്ളിക്ക് വേണ്ടോളം കൊടുത്തോളാം നമുക്ക്. അപ്പോൾ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു തേരട്ടുള്ളത്, തേരട്ട, അവരും ഭൂമിയുടെ അവകാശികളാണല്ലോ. നമ്മുടെ ബഷീർ പറഞ്ഞതുപോലെ ഭൂമിയുടെ അവകാശികൾ നമ്മൾ മാത്രമല്ലല്ലോ, നമുക്ക് ചുറ്റുമുള്ളവ കൂടി അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ക്ഷീണിതനാണ്. ബാഗുണ്ട്, ക്യാമറ ഉണ്ട്, ബാഗിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന ഫുഡുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് വെള്ളമോ എന്തെങ്കിലും ഫുഡോ സ്നാക്സോ കരുതുന്നത് നന്നായിരിക്കും കേട്ടോ. മാനിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടെ. മാന് സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കതിനുള്ള യോഗമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏറെ ദൂരം നടന്ന് വല്ലാതെ ക്ഷീണിച്ചു. പിന്നെ നമുക്കിനി കുറച്ച് റെസ്റ്റ് എടുക്കാൻ വന്നായി. വീഡിയോ എടുക്കുന്ന അനിലാണ് കേട്ടോ. അനിൽ വീഡിയോയിലൊക്കെ പൊളിയാണ്. അങ്ങനെ ആ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് ഇനിയുമുണ്ട് ഒരുപാട്. വന്നതിനേക്കാൾ ദൂരം ഇനിയും പോകാൻ കിടക്കുകയാണ്. പോയി നോക്കാം. അങ്ങനെ നമുക്ക് നഷ്ടം വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പോകാം. കാഴ്ചകൾ നല്ലത്
കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ അവിടെ കാണുന്നുണ്ട്. എന്താണത് അവിടെ? ഇത് ഒരു കൂടാണ്, ഒരു കിളിയുടെ കൂടോ മറ്റാണ്. അത് എടുത്തിട്ടുണ്ട്, പിക്ക് എടുത്തിട്ടുണ്ട്. അതിൽ പറ്റിയാൽ ആഡ് ചെയ്ത് തരാം. വാട്ടർഫാൾസിലേക്കുള്ള വഴി വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. ആ വലതുവശത്ത് കാണുന്ന മതിലുണ്ടല്ലോ, ഏറെക്കുറെ മിനിമം ഒരു 5-6 പതിറ്റാണ്ട് മുമ്പ് അത് ഇവിടെ കെട്ടിയതായിരിക്കും. കാരണം ഇതിനകത്തൊരു ബംഗ്ലാവ് ഉണ്ട് കേട്ടോ. ഈ അടുത്തൊന്നും അത് എന്താ പറയുക തുറന്ന് കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ കെട്ടിയ ബംഗ്ലാവ് ഉണ്ട്. അതിലേക്കുള്ള വഴിയും കൂടി ഞാൻ കാണിച്ചു തരാം. തന്നെ ഇപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അത് ഇപ്പം അവൈലബിൾ ആയിട്ടില്ല, ആവും മിക്കവാറും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അത് തുറന്നു കൊടുക്കും പൊതുജനങ്ങൾക്കായിട്ട് എന്നാണ് അറിവ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ താഴെ ലീഡ് കോളേജ്, അതായത് താഴെയുള്ള ഭൂപ്രദേശങ്ങളാണ് കാണുന്നത്. അങ്ങനെ ലീഡ് കോളേജ്, NSS കോളേജ്, അങ്ങനെ ധോണിയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാവുന്ന ഒരു കാഴ്ചകളാണ്. വളരെ നല്ല കാഴ്ചയാണ്. അതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട്. ഇതിന്ന് പോയി കാണുന്നത് മലയണ്ണാനൊക്കെ വസിക്കും. അതൊക്കെ കുറേ കണ്ടു. അതിനൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അതൊക്കെ കുറേ കണ്ടു. പുള്ളിക്കാരൻ അവിടെ ഉണ്ട്, അവർ ഫുൾ ഫാമിലി ആയിട്ട് അവിടെ ഉണ്ട്. നല്ല ക്ഷീണിതനാണ് കേട്ടോ. നല്ല ക്ഷീണിതനാണെന്ന് പറഞ്ഞാൽ പോരാ. കുറേ അധികം ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞു. ഒരു 2 കിലോമീറ്റർ മുകളിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വെർട്ടിക്കലായിട്ടുള്ള നടത്തമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയാസം ബ്രത്തിങ്ങിലുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴേ നല്ല ഗംഭീരമായിട്ടുള്ള വളരെ ഭംഗിയായിട്ടുള്ള വ്യൂ ആണ്. ഇതെല്ലാം എന്താ പറയുക, എനിക്ക് വാക്കുകൾ കൊണ്ടൊന്നും ഇത് പറഞ്ഞറിയിക്കാനോ നിങ്ങൾക്ക് എത്തിക്കാനൊന്നും കഴിയില്ല. ചെന്ന് കാണുക തന്നെ വേണം ഈ ഒരു കാഴ്ച. നല്ലൊരു പിക്കൊക്കെ എടുക്കാനുള്ള ശ്രമമുണ്ട്, നോക്കാം എന്താണെന്ന്. അങ്ങനെ ഒത്തിരി കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും ഇതിപ്പോൾ ഇവിടുന്ന് കാണുന്നത് IRTCയുടെ ഭാഗത്തുള്ള വാട്ടർ ടാങ്കാണ്. നമ്മുടെ മുണ്ടൂർ, അതായത് ധോണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മുണ്ടൂരുള്ള IRTCയുടെ വാട്ടർ ടാങ്കാണ് ഞാൻ നേരത്തെ കണ്ടിരുന്നത്. ഇതെന്തോ ഒരു ക്ലിക്കൂടാണ്, എനിക്ക് വലിയ പിടി കിട്ടിയില്ല എന്താണെന്ന് സംഭവം. ഇതും അതുപോലെ തന്നെ എന്തിൻ്റെ കായാണെന്ന് സത്യം പറഞ്ഞാൽ ഒരു പിടിയുമില്ല. അതിൻ്റെ അടുത്ത് നോക്കുന്നുണ്ട്, കാര്യമായി നോക്കുന്നുണ്ട്. എന്തോ ആണ്, അറിഞ്ഞുകൂടാ. പുള്ളിയെ നോക്കട്ടെ, ഞാൻ എൻ്റെ പണി നോക്കി ഞാനും പോട്ടെ, നോക്കിയിട്ട് പതിയെ വരട്ടെ. ഇത് സത്യം പറഞ്ഞാൽ പിക്കെടുക്കാനിരിക്കുന്നല്ലോ കേട്ടോ. ക്ഷീണിച്ചിട്ട് ഇരിക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനൊന്നുമില്ല, ആ കാഴ്ച തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ധോണിയിലേക്ക് എങ്ങനെ എത്തിപ്പെടേണ്ടതെന്ന് അറിയണ്ടേ. ബസ്സിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ധോണിയിലേക്കുള്ള ഡയറക്റ്റ് ബസ് കിട്ടും. ട്രക്കിങ്ങിന് രാവിലെ 10:30 ആദ്യത്തെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 പേരിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് ട്രക്കിംഗ് അനുവദിക്കുകയുള്ളൂ. 120 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. ഒപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലൊരു ഗൈഡും ഉണ്ടാകും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഉണ്ടായിക്കോട്ടെ, അത് നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നത്, കാറിലാണോ സ്കൂട്ടറിലാണോ വരുന്നതെങ്കിൽ പാലക്കാട് നിന്ന് ഒലവക്കോട് വരിക. ഒലവക്കോട് നിന്ന് താണാവിൽ നിന്ന് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ, സർക്കിളിൽ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-7 കിലോമീറ്ററോളമാണ് ആ റോഡ് എൻ്റെ ഈ മലയിലേക്കാണ്. അപ്പോൾ ആ എൻഡിൽ വന്നതിനുള്ള ഫോറസ്റ്റിൻ്റെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ വാട്ടർഫാൾസിനടുത്ത് എത്താറായിട്ടോ. 750 മീറ്റേഴ്സേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇതെന്താ സംഭവം, എംബ്ലിക്ക ഒഫീഷ്യൽ, സത്യം പറഞ്ഞാൽ വായിക്കാൻ കിട്ടിയില്ല. നെല്ലിക്ക സംഭവം അത്രയേ ഉള്ളൂ. നെല്ലിക്കൻ്റെ ശാസ്ത്രീയ നാമമാണത്, എംബ്ലിക്ക. പിന്നെ എന്താ എന്തെങ്കിലും ആവട്ടെ, അതവിടെ കിടക്കട്ടെ, അത് അതിൻ്റെ വഴി കിടക്കട്ടെ. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഈ വെള്ളച്ചാട്ടിന് അടുത്തെത്താറേ. 750 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ ദൂരമില്ല. ഓക്കെ, നമുക്ക് ചെന്ന് കാണാം. അതിനു മുമ്പ് ഞാൻ വരാനുള്ള വഴി പറഞ്ഞു. കാട്ടുപോത്തൊക്കെ ഉണ്ട്. ഇത് കാട്ടുപോത്തല്ല, ഇത് കാട്ടിയാണ്. അപ്പോൾ ഇവിടെ കാട്ടുപോത്തൊന്നുമില്ല, ഇവിടെ ഇത് കാട്ടി എന്നാണ് പറയുക ഇതിനെ. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പിന്നീട് പറഞ്ഞുതരാം. കാരണം അത് എനിക്കും എന്താ പറയുക ആധികാരികമായി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അത് സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞുതരാം. സോ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങാം. അപ്പോൾ താണാവിൽ നിന്ന് ഒലവക്കോട് കയറി എത്തി താണാവിൽ നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ 7 കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ മലയുടെ അടിവാരത്തിലെത്താം. അവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ നമുക്കൊരു 120 റുപ്പീസിൻ്റെ ഒരു ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
5 പേരിൽ കൂടുതലുണ്ടെങ്കിൽ ട്രക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 10:30ക്കാണ് സ്റ്റാർട്ടിങ്. കൂട്ടത്തിൽ നമ്മളെ ഗൈഡ് ചെയ്ത ഒരാൾ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങോട്ട് വരുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡും വെള്ളമൊക്കെ ഒന്ന് കരുതുക. അതിലുപരി കാടാണ്, കാടിൻ്റെ നിയമങ്ങളെല്ലാം നമ്മളെല്ലാവരും പാലിക്കേണ്ടതുണ്ട്. അതിൽ ഡിസിപ്ലിൻ, അച്ചടക്കം നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ വളരെ സൈലൻ്റായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അവർക്കും യാതൊരുവിധ അവിടെയുള്ള ജീവജാലങ്ങൾക്കായിക്കോട്ടെ, മരങ്ങൾക്കായിക്കോട്ടെ, ചെടികൾക്കായിക്കോട്ടെ യാതൊരുവിധ ബുദ്ധിമുട്ടും നൽകാതെ വേണം നിങ്ങളെല്ലാവരും, ഞാനാണെങ്കിലും ആരാണെങ്കിലും. ഇതൊന്നും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല, ഇതെല്ലാം പ്രകൃതിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മളിതെല്ലാം സംരക്ഷിക്കുക എന്നുള്ളൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അതിൽ എന്തെല്ലാമോ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഗൈഡിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചിറക്കിയാൽ മതിയെന്നാണ് പുള്ളി 90-ലാണ് നടത്തുന്നത്. പുള്ളിക്ക് അതൊരു ശീലമാണ്, അതാണ് പുള്ളിയുടെ തൊഴിൽ. സോ അതുകൊണ്ട് ആൾക്കൊരു ക്ഷീണമൊന്നും കാണില്ല. നമുക്കതുപോലെയല്ലോ. ഇത് സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ ഉള്ളത് ധോണി വാട്ടർഫാൾസിന് അരികെയാണ്. ഏറെക്കുറെ ഒരു 600 മീറ്റർ ഒന്നും ഉണ്ടാവില്ല, ഒരു 400 മീറ്റർ കൂടി ഉണ്ടാവുള്ളൂ ഇവിടുന്ന് ധോണി വാട്ടർഫാൾസിലേക്ക്. ഞാനുണ്ട്, അനിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലെ ഗൈഡായിട്ട് നമ്മുടെ നാട്ടുകാരനും നമ്മുടെ ഒരു പഴയ സുഹൃത്തുമാണ് രാജേഷ്. അങ്ങനെ നമ്മൾ ഏറെക്കുറെ എത്താറായിരിക്കുന്നു. മെയിൻ ആകർഷണം എന്ന് പറഞ്ഞ് തന്നെ ധോണിയിലെ വാട്ടർഫാൾ കാണുക തന്നെ വേണം. ഗൈഡ് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി നമ്മുടെ ഒരു നാട്ടുകാരും കൂടിയാണ് കേട്ടോ, അല്ലാതെ ഇവിടെ വന്ന് കണ്ടൊരു പരിചയമൊന്നുമല്ല. പുള്ളി നമ്മുടെ എന്താ പറയുക, നാട്ടിൽ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ച ആൾക്കാരാണ്, ഒരേ നാട്ടിൽ. സോ പുള്ളി നന്നായിട്ട് നമുക്ക് നല്ലവണ്ണം അറിയാൻ പറ്റും. പുള്ളിക്ക് എന്നെയും എനിക്ക് പുള്ളിയും. ഒരു ടെൻ്റൊക്കെ കാണുന്നുണ്ട്, എന്തിൻ്റെ ആണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ ഗൈഡ് വരുന്ന ആളുകൾക്ക് നേരത്തെ അതൊരു നമുക്കൊരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയില്ല. കാര്യം അതിൻ്റെ മെയിൻ്റനൻസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല. അതിലേക്ക് കയറി കഴിഞ്ഞാൽ വീഴുമെന്നാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഈ കാണുന്നതാണ് നമ്മുടെ ഏറെക്കുറെ നമ്മൾ ഇത്രയും ദൂരം 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ വന്നത് എന്തിനാണോ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഡയറക്ഷനും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പടിയൊക്കെ ഒന്ന് ഇറങ്ങി നമുക്ക് ചെന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട്. 25 വർഷം മുമ്പ് കണ്ട ഒരു കാഴ്ച വീണ്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം നടന്ന് ഉൾക്കാട്ടിലൂടെ നടന്നിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കാണാം നമുക്ക്. ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പാലക്കാട്. ഇങ്ങനെയൊക്കെ ഉണ്ട്, വന്ന് കാണുക, നിങ്ങളൊക്കെ വന്ന് കാണുക, എല്ലാവരും വന്ന് കാണുക. വാവ്, കണ്ടോ, ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വെള്ളം കുറവാണ്, ഇപ്പോൾ ഈ മഴ കുറവായതുകൊണ്ടാവാം വെള്ളം വളരെ കുറവാണ്, വളരെ കുറവാണ്. മുൻപൊന്നും ഇങ്ങനെയല്ലായിരുന്നു, നല്ലവണ്ണം ഒഴുക്കുണ്ടായിരുന്നു, ചാട്ടം ഉണ്ടായിരുന്നു, നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ അത് കാണുന്നില്ല. നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇത്ര ദൂരം എത്തിയില്ലേ, ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നമ്മളാൽ കഴിയുന്ന നല്ല പടങ്ങളൊക്കെ എടുത്ത് നമുക്ക് തിരികെ മടങ്ങാം. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി മാത്രമാണ്, നോക്കിയേ, ഇതൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരം 4 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഈ കാട്ടിനകത്തേക്ക് വന്നത്. വീഡിയോ ഒരല്പം ലെങ്ത് ആയിട്ടുണ്ട്. അത് എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ കൊണ്ട് നടക്കുന്നതോ അല്ലെങ്കിൽ ഇതിൽ വീഡിയോസ് ഇടുന്നതോ എനിക്കൊരു ഏണിങ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ഒട്ടുമല്ല. ഒരിടത്തും തന്നെ ഇതിൻ്റെ ഒരു സബ്സ്ക്രൈബ് ബട്ടണോ ബെൽ ബട്ടണോ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് എൻ്റെ മെമ്മറീസാണ്. എനിക്ക് എൻ്റെ യാത്രകൾ, എൻ്റെ ഫാമിലിയുടെ എന്താ പറയുക മെമ്മറീസ്, ഞങ്ങളുടെ നല്ല നിമിഷങ്ങൾ, ഞങ്ങളുടെ നല്ല യാത്രകൾ, ഇതൊക്കെ ഇനി എവിടെയാണ് കൊണ്ട് സേവ് ചെയ്ത് വെക്കുക. സോ ഇതെല്ലാം നമുക്ക് എന്താ പറയുക ലൈഫിൽ ഇനി എപ്പോഴെങ്കിലും വയസ്സാം കാലത്തൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കാമല്ലോ, അതിനുവേണ്ടി മാത്രം കൊണ്ട് നടക്കുന്നൊരു ചാനലാണിത്. ഒരുപാട് കുറവുകളുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏണിങ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു എന്താ ഇതിനെ പറയുക, എന്താ എൻ്റെ വീട്, അത് ഒരു കമേഴ്ഷ്യൽ പർപ്പസ് അങ്ങനെയല്ല. ഇത് കമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുള്ളൊരു ചാനലല്ല ഇത്.
ഞങ്ങളുടെ മെമ്മറീസാണ്. ഇപ്പോൾ ഒട്ടനവധി ഇപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എടുത്തിട്ടുമുണ്ട്. അത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം ഡെവലപ്പ് ചെയ്ത് നോക്കിയാൽ മാത്രമേ എനിക്കറിയുള്ളൂ. എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഒരുപാട് നേരം കണ്ട് ആസ്വദിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ബിസിനസ്സിലായിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ ഉണ്ടാവും. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുക, ചെന്ന് കാണുക. അപ്പോൾ കുറേയൊക്കെ റിലാക്സ് ആവുമല്ലോ എല്ലാവരും. നല്ല ശാന്തമാണ് കേട്ടോ ഈ പ്രദേശം. വളരെ സൈലൻ്റാണ്. നല്ല ഈ പറഞ്ഞ ആ ഒരു ഇതിനെന്ത് മരുന്നാ പറയുക, എന്തെങ്കിലും ആവട്ടെ, എന്തിനു പറയുക, കുടിൽ കുടിൽ അല്ലേ? ഓക്കെ, ഹട്ട് അതെ അതെ. അതൊക്കെ അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് മടങ്ങി. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്രയും ദൂരം കണ്ടു, ഇനി മുകളിൽ ചെന്ന് നോക്കാം നമുക്ക് എത്രത്തോളം കാഴ്ച ഉണ്ട് എന്നുള്ളത്. ആനപ്പുണ്ടോ? വെള്ളത്തിൻ്റെ പൈപ്പാണ്, താഴേക്ക് വെള്ളം പോകുന്ന പൈപ്പാണത്. കുടിവെള്ളമാണ്, അവർക്ക് ഓഫീസേഴ്സിന് വേണ്ടുന്ന കുടിവെള്ളമായിരിക്കാം മേ ബി. അതിൻ്റെ പൈപ്പാണ് അവിടെ കാണുന്നത്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നു. തീരെ വെള്ളം കുറവാണ്, എന്നിരുന്നാൽ കൂടി ആ കാഴ്ചകൾ പുള്ളി തൃശ്ശൂർക്കാരൻ നമ്മുടെ ശരത്ത് എന്തെല്ലാമോ അതിൽ പുള്ളി ഒരു മാക്രോ ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. പുള്ളിയുടെ കാര്യമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ബാഗൊക്കെ നമുക്ക് അവിടെ വെച്ചിട്ട് വാച്ചൊന്നും കണ്ടാന്ന് പിന്നെ ഇവിടെ സമയമൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്തൊരു തണുപ്പാണെന്നറിയോ ഇവിടെ. ഇത്രയും ദൂരം വന്നിട്ട് ഇതിലൊന്ന് മുഖം കഴുകിയാൽ മാത്രം പോരാ, നല്ല നല്ല വിശദീകരിച്ചിട്ടൊന്ന് കുളിക്കണം. അല്ലെങ്കിൽ എന്താ പറയാനെ, അതിനെന്തോന്ന് പറയാം, അങ്ങനെ കുളിക്കണം. നല്ല തെളിനീര്, കണ്ണുനീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇതാണ് ആ കാണുന്ന കണ്ണുനീര് പോലത്തെ വെള്ളം. കുടിക്കാം കേട്ടോ, ഇതൊക്കെ സുഖമായിട്ട് കുടിക്കാം. വീണ്ടും നമുക്കൊരു ബട്ടർഫ്ലൈ നല്ലൊരു കാഴ്ച നൽകുന്നുണ്ട്. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണത്. കാരണം ഇവരെന്താ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ അവിടെ ഉണ്ട്, അവരുടെ ഫുഡ് ആവാവും. നോക്ക് പൊന്നും, സി അടിപൊളിയായിട്ടില്ലേ? എന്താണ് ഇവർ ചെയ്യുന്നത് എന്നോ. പക്ഷെ ഞാൻ എത്ര അടുത്ത് പോയിട്ട് ഇവർ പോകുന്നില്ല കേട്ടോ. നമ്മൾക്കൊരു സെൽഫി എടുക്കുകയാണെങ്കിൽ അടക്കാം, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സെൽഫി എടുക്കാൻ നിന്ന് തരണം ഇവർ. എന്ത് ചെയ്യുന്നത്? ഈ കാട്ടിലെ ബട്ടർഫ്ലൈസ് ഒന്നും പേടിയില്ലേ? ഇതെല്ലാം നിറച്ച് നല്ലോണം വെള്ളം വരുന്നൊരു പ്രദേശമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ മഴ കുറവായതുകൊണ്ടാവാം ഇങ്ങനെ കാണുന്നത്. വേനൽക്കാലമൊന്നുമില്ല മോനെ, ഇതിപ്പോൾ മഴക്കാലമല്ലേ. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ആകെ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. ഈ പുള്ളിക്കും കൊടുത്തു. ശരത്ത് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി ഒരു ബ്ലോഗറാണ്. സോ നമുക്കങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പങ്കി തിന്നാൽ പസിയാറുന്നല്ലേ. സോ അത് പങ്കി തന്നെ കഴിച്ചു. ഉള്ളത് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. ഞാൻ നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇതിൻ്റെ കാഴ്ചകളൊക്കെ. വീഡിയോസിലും ഓഡിയോസിലും ഒരുപാട് കുറവുകളുണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്താ പറയുക, ക്ഷമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു കമേഴ്ഷ്യൽ പർപ്പസ് വീഡിയോ അല്ല ഇത്. അതെ. അപ്പോൾ ഇനി ഈ വീഡിയോസിലെല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, വോയിസിലായിക്കോട്ടെ വീഡിയോസിലായിക്കോട്ടെ. നിങ്ങളിതിൽ കാണാൻ ഈ ധോണിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ട്, പാലക്കാടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. നിങ്ങൾ കമൻസിലൂടെ അല്ലാണ്ടെയോ എങ്ങനെ വേണമെങ്കിലും അറിയിക്കാം. അപ്പോൾ അതെല്ലാം കണ്ട് മടങ്ങുകയാണ് കേട്ടോ. കാരണം പുള്ളി ഒരു 1:30 ആകുമ്പോഴേക്കും നമ്മൾ താഴെ എത്തണം. അതാണ് അതിൻ്റെ ടൈമിംഗ്. റൂൾസ് അങ്ങനെയാണ്. നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രത്യേകിച്ച് കാട്ടിനകത്ത് കയറുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. ബിക്കോസ് അത് അങ്ങനെയാണത്. ഓക്കെ, നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. മലയണ്ണാനാണ് അതിൻ്റെ ആ ശബ്ദം ഉണ്ടാക്കുന്ന മലയണ്ണാനാണ്. അത് കണ്ടു വന്ന വഴി തന്നെ കേട്ടോ. വന്ന വഴി ഇറങ്ങുന്നില്ല, തിരിച്ച് നമ്മൾ ഷോർട്ട് കട്ട് വഴിയാണ് ഇറങ്ങുന്നത്. ആന വന്നിട്ടുണ്ട്. ഗൈഡ്
ഗൈഡ് വളരെ അമ്പരപ്പോടെയാണ് ആ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. ഇത് ഇപ്പം പോയതാട്ടോ, ആന ഇപ്പം പിണ്ടിട്ട് പോയിരിക്കണത്. ഇപ്പം മീൻസ് അതായത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ മുൻപ് ഇവിടെ കാട്ടാൻ ഇറങ്ങി പോയിട്ടുണ്ട്. അതാണ് ഗൈഡ് പറയുന്നതാണ്. സോ പുള്ളി നല്ല ഭീതിയിലാണ്. പെട്ടെന്ന് നടക്കാൻ ഞങ്ങളെ കൊണ്ട് ആവശ്യപ്പെട്ടു. വന്ന വഴി പോകാൻ സമ്മതിച്ചില്ല, തിരിച്ച് വേറെ ഷോർട്ട് കട്ടിലൂടെ ഞങ്ങളെ ഇറക്കിയത്. കാരണം അതുവഴി ആന പോയിട്ടുണ്ട്. സോ എന്തായാലും സമീപത്ത് എവിടെയോ അടുത്ത് തന്നെ ഏറെക്കുറെ മീറ്റർ 100 മീറ്റർ 200 മീറ്റർ ചുറ്റളവിൽ എവിടെയോ ആ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതാണ്. പുള്ളിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആള് നല്ല ഭീതിയിലാണ്. മീൻസ് അതൊന്നുമല്ല, ഞങ്ങളെ സേഫായിട്ട് താഴെ ഇറക്കണം എന്നുള്ളത് പുള്ളിയുടെ ഉത്തരവാദിത്വമല്ലേ, അതുകൊണ്ടാവാം. അനിലൊക്കെ നല്ല പേടിച്ചിട്ടുണ്ട് കേട്ടോ. അനിൽ വളരെ വന്ന വഴി വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാ സംഭവങ്ങളാണ് നമ്മുടെ രാജേഷിനെ നമുക്ക് കാണിച്ചു തരുന്നത്. അനിൽ നല്ല ഭീതിയിലാണ്. ഇതിലുപരി പിറകെ പോകുന്ന ശരത്തിൻ്റെ മുഖത്ത് തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ട്, ഭയമുണ്ട്. കണ്ടോ, നോക്കുന്നുണ്ട് അവിടെ ഉണ്ടോ, അവിടെ അടുത്തെങ്ങാണ്ടുണ്ട് എന്നുള്ളൊരു ഭയമുണ്ട്. ശരത്ത് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് ബാഗൊക്കെ റെഡിയാക്കി ഓടാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ, ആന ചവിട്ടിപ്പോയി എന്നാണ് പുള്ളി കാണിച്ചു തരുന്നത് ആ വഴിയിലൂടെയൊക്കെ. കണ്ടോ, അതുവഴി പോയിട്ടുണ്ട്, അതാണ് പുള്ളി കാണിച്ചു തരുന്നത്. കണ്ടോ, ചവിട്ടിയ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതുവഴി പോയിട്ടുണ്ടല്ലേ? എനിക്കൊന്നും നോക്കിയിട്ട് മനസ്സിലായതില്ല. പുള്ളി പറയുന്നുണ്ട് ഇത് ആന ചവിട്ടിയിട്ട് പോയി ഇതുവഴി പോയതാണെന്നുള്ളത്. അതിൻ്റെ ആ ഒരു പിണ്ടം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ചൂടായിട്ടുണ്ട്. കാരണം അടുത്ത് തന്നെ ഈ ഇതുകൊണ്ട്. അപ്പോൾ അതുവഴി ഇറങ്ങണ്ട, പേടിച്ചിട്ടാണ്. ശരത്ത് നോക്കുന്നുണ്ട്, അനിൽ നോക്കുന്നുണ്ട്. അതുവഴി ഞങ്ങൾ വന്ന വഴി പോകണ്ട എന്നാണ് പുള്ളി പറയുന്നത്. സോ നമുക്ക് ഇതുവഴി പോയിരിക്കണം, ഇതുവഴി ഇറങ്ങിയിരിക്കണം. ആന ഇതുവഴി ഇറങ്ങിപ്പോയിരിക്കണ്ട, തൊട്ട് മുമ്പാണ് ഇതുവഴി ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇറങ്ങുകയോ കയറുകയോ ചെയ്തു തന്നെ കുഴപ്പമില്ല, നിങ്ങൾ വന്നോളി എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഞാൻ വലിച്ചു കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിവാരത്ത് ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണാം. കയറില്ല എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത്. എന്തായാലും അനിൽ കട്ടിയും പാടും മടക്കിയിട്ടുണ്ട്, ക്യാമറ ഒക്കെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. പുള്ളി എങ്ങനെയെങ്കിലും താഴെ എത്തിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ്. ആള് പിന്നെ മുസ്ലിം ബ്യൂട്ടി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആള് അതിനെന്താ പറയാ, സീറോ ഫേക്ക് ആയതുകൊണ്ട് പുള്ളിക്ക് കുഴപ്പമില്ല. മറ്റാള് പോകുന്നുണ്ടോ എന്തോരം സ്പീഡാണ്. കാരണം അവർക്ക് ആ വഴികൾ വളരെ നന്നായിട്ട് അറിയാം എന്ന് മാത്രമല്ല, ഒരു ദിവസം മിനിമം 2 പ്രാവശ്യം അവർ ഇങ്ങോട്ട് കയറി ഇറങ്ങുന്നുണ്ട്. 2 ടീമായിട്ട് ഗൈഡ് ചെയ്തവർ ഇറങ്ങുന്നുണ്ട്. മുമ്പിലൊന്നും ചെന്ന് പെടല്ലേ എന്നുള്ള പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്തുന്നില്ലല്ലോ, ഇതിപ്പോൾ നടന്നതിന് മുകളിൽ കയറിയതിനേക്കാളും ദൂരം ഉണ്ടല്ലോ താഴോട്ട് ഇറങ്ങാൻ. പുള്ളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. കണ്ടോ അത് ഇത് കൊമ്പൊക്കെ വലിച്ചിട്ട് പോയിരിക്കുന്നുണ്ടോ, കണ്ടോ കല്ലിളക്കിയിട്ട് പോയിരിക്കുന്നുണ്ടോ. സോ അതായത് ഒരു 10 മിനിറ്റ് മുമ്പ് പുള്ളി ഇതുവഴി പോയിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ആ പോക്ക് അവിടെ കാണിച്ചതുകൊണ്ട് തന്നെ പുള്ളി പോയിട്ടുണ്ട്. കണ്ടോ, കല്ലിനെയൊക്കെ ഇളക്കിയിട്ടിട്ട്. കണ്ടോ പുതിയ ആനപ്പെണ്ണ് കണ്ടോ, അത് ഇപ്പോൾ ഈ കണ്ടോ അടുത്ത് കാണുന്നുണ്ടോ. അത് പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ചൂടോടുള്ള ആനപ്പെണ്ണ് പുള്ളി ആദ്യമായിട്ട് കാണുന്നു തോന്നുന്നു. അത് കാട്ടാനിടെ അവിടെ എല്ലാം അടുത്ത് വിട്ടിട്ടുണ്ട്. ഞാൻ വന്ന വഴിയൊക്കെ ഡൊണേഷൻ കൊടുത്തിട്ടാണ് പോയിരിക്കണേ. ഇതാ ഞാൻ അതാ എല്ലാം ഉണ്ട്. നമ്മൾ ചൂടുണ്ട് കണ്ടോ. ഞാൻ ചുമ്മാ ഒന്ന് ഞാൻ കൈ അടുത്ത് വെച്ച് ചൂടുണ്ട്. കാരണം അത് ഇപ്പോൾ ഈ അടുത്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുമ്പ് അവിടെ ചൂടിലാണ് കണ്ടത്. ഇവിടെ അങ്ങോട്ട് പോയി ഞങ്ങള് മഴ വരുമെന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഷോട്ടിൽ കൂടെ ഇറങ്ങിയില്ലേ. മഴ വരുന്ന കണക്കാക്കിയിട്ടാണ് റെയിൻകോട്ടെല്ലാം എടുത്ത് കയ്യിൽ വെച്ചു. ആ ഒരു യാത്ര അയച്ചതാണോ കാട് എന്ന് അറിഞ്ഞുകൂടാ. വളരെ നല്ലൊരു മഴ കൂടി ക്യാമറയും ബാഗും എല്ലാം എടുത്ത് ബോട്ടിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ക്യാമറ തന്നെ ഉണ്ടല്ലേ. അല്ലേ തിരികെ വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു മഴയും കിട്ടി. പക്ഷേ കോട്ടെടുത്തുകൊണ്ട് അതൊരു കുഴപ്പമുണ്ടായില്ല. എന്തായാലും
നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു ട്രക്കിങ്. അതിന് എന്തായാലേ ആക്ച്വലി ഞാൻ എന്താ പറഞ്ഞു എന്ത് പറഞ്ഞോ? യാത്രയില് മഴ പ്രതീക്ഷിച്ചു. അതെ, അല്ല മഴ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കോട്ട് എടുക്കാനുള്ള തന്നെ കാരണം. ഈ മഴ കിട്ടിയിരുന്നില്ലായിരുന്നെങ്കിൽ നല്ല ഒരു വിഷമമായേനെ. കാരണം ഈ കാട്ടിൽ, പ്രത്യേകിച്ച് കാട്ടിലൊരു യാത്ര പോകുമ്പോൾ നല്ലൊരു മഴ, അതെ കാട്ടു സാധനമൊന്നുമല്ല, ക്യാമറയും അതിൻ്റെ അനുബന്ധ ഐറ്റംസ്. മഴ എന്തായാലും നമ്മുടെ യാത്രനെ കുറച്ചുകൂടി ഭംഗിയാക്കി അതിനെ. എന്തായാലും കൊള്ളാം, അടിപൊളി, നല്ല ട്രിപ്പായിരുന്നു.